എല്ലാവർക്കും സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ദിയ എലിസബത്ത്, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് സ്കൂൾ ടൈം എന്ന പ്രോഗ്രാം എത്തി നിൽക്കുന്നത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരത്തിന്റെ അങ്കണത്തിലാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഈ കലാലയം എന്നും മുൻപന്തിയിലാണ്. കായിക ശാസ്ത്രമേളകളിൽ സംസ്ഥാന തലം വരെ മാറ്റുരയ്ക്കുന്ന പ്രതിഭകളും തുടർച്ചയായി SSLC പരീക്ഷയിൽ 100% വിജയവും A+കളുടെ എണ്ണത്തിൽ ഓരോ വർഷവും കൂടുതലായ വർധനവും ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയാണ്. വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ ഇവിടുത്തെ കുട്ടികൾ ഉന്നത വിജയം നേടുന്നു. ഹൈടെക് ക്ലാസ് മുറികളും സമ്പന്നമായ ലാബുകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഒപ്പം ചിട്ടയായ പഠനവും പരിശീലനവും അച്ചടക്കവും ഈ സ്ഥാപനത്തിൻ്റെ മുഖമുദ്രകളാണ്. LP സ്കൂളിലെ ഈശോയുടെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു ഗാനം കേട്ടാലോ? ചങ്ക് ചങ്ക് ചാ
ഹൈടെക് നിലവാരത്തിലുള്ള ക്ലാസ് മുറികളും മലബാറിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ മാത്സ് ലാബ് എന്ന പദവി സ്വന്തമാക്കിയ ഗണിത ലാബ്, പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് സമ്പന്നമായ സയൻസ് ലാബ്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ IT ലാബ് എന്നിവയും സെന്റ് തോമസ് HSSന്റെ പ്രത്യേകതകളാണ്. ഈ സ്കൂളിൽ കുട്ടികളിലെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറിയുണ്ട്. 5000-ലധികം പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ ലഭ്യമാണ്. എൻ്റെ പേര് ജയ മാത്യു. ഞാൻ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മ്യൂസിക് അധ്യാപികയാണ്. ലൈബ്രറി ഇൻചാർജും കൂടെ ഞാനാണ്. 7500ഓളം പുസ്തകങ്ങൾ നമ്മുടെ ഈ സ്കൂളിലെ ലൈബ്രറിയിലുണ്ട്. 24 ഡിവിഷനുകളായി UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ കുട്ടികൾ ഈ ലൈബ്രറി പുസ്തകം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കുട്ടികളുടെ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ലൈബ്രറിയിൽ കൊണ്ടുവരികയും വായിക്കാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ എല്ലാ ക്ലാസ്സുകളിലേക്കും ഓരോ കുട്ടിക്കും ഒരു ബുക്ക് എന്ന നിലയിൽ പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾ ഈ ലൈബ്രറി വരികയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് സമയത്തും കുട്ടികൾക്ക് പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ട്. ജൂൺ മാസത്തിൽ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ ഓരോ ക്ലാസ്സിലേക്കും ഓരോ കുട്ടികൾക്കും ഒരു പുസ്തകം എന്ന നിലയിൽ കൊടുത്തു വിടുന്നുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോയി വായിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. 30 പുസ്തകങ്ങൾ ഒരു ക്ലാസ്സിലേക്ക് കൊടുക്കുകയും കുട്ടികൾ പരസ്പരം അത് കൈമാറി വർഷാവസാനം വരെ 30ഓളം പുസ്തകങ്ങൾ വായിച്ചു തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ നല്ലൊരു മാത്സ് ലാബ് ഉണ്ട്. ഗണിതശാസ്ത്ര പര്യവേഷണങ്ങൾ ചെയ്യാനും അതിനെപ്പറ്റി പഠിക്കാനുമാണ് നാം ലാബുകൾ ഉപയോഗിക്കുന്നത്. എൻ്റെ പേര് സ്വപ്ന VS. ഞാൻ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരത്തെ ഗണിത അധ്യാപികയാണ്, ഹൈസ്കൂൾ വിഭാഗത്തിൽ. ഞങ്ങൾക്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക്, അതായത് ഈ മലയോര മേഖലയിലെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഒരു P-Learn മാത്സ് ലാബ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതായത് തോമാപുരത്തെ കുട്ടികൾ ഇനി കണക്കിനെ പേടിക്കില്ല എന്ന് ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കും ഈ മാത്സ് ലാബ് കൊണ്ട്. കാരണം UP സ്കൂളിലെ കുട്ടികൾ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ പ്രാക്ടിക്കലായി ഓരോന്നും വർക്ക് ചെയ്ത് നമുക്ക് ഓരോ സിദ്ധാന്തങ്ങളും നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ നമുക്ക് ഈ ലാബിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് ചെറിയ ക്ലാസ് മുതൽ ഉള്ള കുട്ടികൾക്ക് വേണ്ട ചാർട്ടുകൾ, അവർക്ക് ചെയ്യേണ്ട മാത്സ് കിറ്റ്, ഓരോ ക്ലാസ്സിനും 5നും 6നും 7നും ഓരോ ക്ലാസ്സുകൾക്കുമുള്ള മാത്സ് കിറ്റുകൾ, അവ എല്ലാം ചാർട്ട്, അവർ ചെയ്യേണ്ട ആക്ടിവിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം അടങ്ങുന്ന ഓരോ കിറ്റ് ഓരോ ക്ലാസ്സിനും ഉണ്ട് ഇവിടെ. അത് അവർക്ക് ചെയ്ത് പരിശീലിക്കാം. അതുപോലെ മാത്സ് ഗെയിമുകൾ എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ സിദ്ധാന്തങ്ങളും എങ്ങനെ വളരെ ഈസിയായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നത് നമുക്ക് ഈ മാത്സ് ലാബ് കൊണ്ട് ടീച്ചേഴ്സിന് വളരെയധികം പ്രയോജനമാണ്. അതുപോലെ കുട്ടികൾക്കും ഇത് ഏറെ ഉപകാരപ്രദമാണ്. കുടിയേറ്റ ജനതയുടെ വൈജ്ഞാനിക പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ തോമാപുരം. +2 വിഭാഗത്തിലെ ടെസ സനീഷ് നൃത്തച്ചുവടുകളുമായി നമ്മുടെ മുന്നിൽ എത്തുന്നു.
ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ എന്റെ മുൾപ്പാതയിൽ ഉൾപ്പൂവ് നീ തൂകിയിടുന്നു എന്റെ കണ്ണീർ കണം തൂവാല പോൽ വാർത്തുന്നു നീ ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ ഞാനെന്നൊരു ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിന്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീരിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ എന്റെ മുൾപ്പാതയിൽ ഉൾപ്പൂവ് നീ തൂകിയിടുന്നു എന്റെ കണ്ണീർ കണം തൂവാല പോൽ വാർത്തുന്നു നീ ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ ഉയിരിൻ നാഥനെ. വിദ്യാർത്ഥികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിന് അങ്ങേയറ്റം പരിശ്രമം നടത്തുന്ന ഒരു അധ്യാപക സമൂഹമാണ് നമ്മുടെ സ്കൂളിലെ അധ്യാപകർ. വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കളുമായും പൊതുസമൂഹവുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്നതിൽ ഈ സ്കൂളിലെ അധ്യാപകരും അതുപോലെ PTA പ്രതിനിധികളും അങ്ങേയറ്റം പരിശ്രമിക്കുന്നു. നമ്മുടെ സ്കൂളിനെ അനുദിനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഈ സ്കൂളിലെ അധ്യാപകരുടെയും PTA-യുടെയും പരിശ്രമം എടുത്തു പറയത്തക്ക വിധം മികച്ചതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് തോമസ് HSSന്റെ ഗ്രൗണ്ടിലാണ്. ഇവിടെ NCC പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോസുകുട്ടി സാർ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എൻ്റെ പേര് ജോസുകുട്ടി തോമസ്. സെൻറ് തോമസ് HS തോമാപുരത്തെ NCC ഗ്രൂപ്പിൻ്റെ ചാർജുള്ള അധ്യാപകനാണ്.
തോമാപുരത്തെ NCC ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു NCC ഗ്രൂപ്പാണ്. ഇവിടെ ആത്യന്തികമായി NCCയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നല്ല ഉത്തരവാദിത്വ ബോധമുള്ള, അച്ചടക്കമുള്ള, നല്ല സ്വഭാവശേഷിയുള്ള, കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉതകുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിനുതകുന്ന രീതിയിലുള്ള പരിശീലനങ്ങളും പരിപാടികളും എല്ലാ ദിവസവും എല്ലാ മാസങ്ങളും നമ്മളിവിടെ നടത്തുന്നുണ്ട്. എല്ലാ ദിനാചരണങ്ങളും കഴിയുന്നത് ഞങ്ങളിവിടെ കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. പയ്യന്നൂർ 32 ബറ്റാലിൻ്റെ കീഴിലുള്ള യൂണിറ്റാണ്. അവിടുത്തെ കമാൻഡർ ഓഫീസറും എല്ലാവരും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ ആഴ്ചയിൽ 2 ദിവസമാണ് പരേഡ് ഉള്ളത്, ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും. വൈകുന്നേരം 3:30 മുതൽ 5:30 വരെ പരേഡ് കൃത്യമായിട്ട് നടക്കുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ അവർക്ക് ശാരീരികമായും മാനസികപരമായും വളരുവാനുള്ള നല്ലൊരു സംഘടനയാണ് NCC എന്നുള്ളത്. മാത്രവുമല്ല NCC എന്ന് പറയുന്നത് പരിശീലനത്തിൽ അധിഷ്ഠിതമായ ഒരു സംഘടനയാണ്. അവരെ ശാരീരികപരമായി പരിശീലിപ്പിക്കുന്നതോടൊപ്പം നാളെ സായുധ സേനയിലേക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവരെ ആകർഷിക്കാനുള്ള ക്യാമ്പുകളും സെമിനാറുകളും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. 10 ദിവസത്തെ ആനുവൽ ക്യാമ്പുണ്ട്. കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട കേഡറ്റുകൾക്ക് നാഷണൽ ലെവലിലുള്ള ക്യാമ്പുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഒരു കുട്ടിക്ക് നാഷണൽ ലെവലിൽ ക്യാമ്പ് പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അവർക്ക് എല്ലാ തരത്തിലും അവരുടെ കഴിവ് വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സംഘടനയാണ് NCC എന്ന് പറയുന്നത്. ഒരുമിച്ച് പാടാം, ഒരുമിച്ച് മുന്നേറാം. +2 വിഭാഗത്തിന്റെ സംഘഗാനമാണ് അടുത്തത്. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓസ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. പാപിക്കും രോഗിക്കും സൗഖ്യവുമായി, അന്ധനും ബധിരനും മോചനമായി, തളർന്നു പോയ മനസ്സുകളിൽ പുതുത്ഥാനത്തിൻ ജീവനായി. പാപിനി മറിയത്തെ പോലെ നീ പാപങ്ങളേറ്റു ചൊല്ലിടുകിൽ, ജീവൻ നിന്നിൽ ചൊരിഞ്ഞിടും, കൺമണിയായി കാത്തിടും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. സ്നേഹം മാത്രം പകർന്നിടാൻ ജീവൻ പോലും നൽകിടും, ഹൃദയങ്ങൾക്കു ശാന്തിയായി കരുണാമയൻ വന്നിടും. സക്കേവോസിനെ പോലെ നീ ഈശോനാഥനിൽ ചേർന്നിടുകിൽ, കുറവുകളെല്ലാം ഏറ്റെടുക്കും, ജീവിതം ശോഭനമാക്കിടും. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജനെഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷമോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയാ ഗീതി പാടിടുവിൻ. ഓസ്ലേമിൻ രക്ഷകനായവൻ, ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ.
ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാതിരാജനെഴുന്നള്ളുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ പ്രോഗ്രാമുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നു.